പുണ്യ റമദാൻ കടന്നു വരികയാണ് അല്ലേ? നമ്മളൊക്കെ ഖുർആൻ ഓതാൻ വേണ്ടി ആവേശത്തോടെ ഇരിക്കാൻ. എന്നാലേ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഖുർആൻ ഓതിയാലേ ആ ഖുർആൻ ഓതുന്നതിലൂടെ നിങ്ങളുടെ കൽബിലേക്കൊരു നൂറ് വരും, ഒരു പ്രകാശം വരും. ഒരു പ്രകാശം വരും. ആ പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമാധാനവും സന്തോഷമൊക്കെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഉറപ്പായിട്ട് നടക്കും. നിങ്ങൾക്കിതിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്നതോടൊപ്പം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളിത് കണ്ടാൽ മാത്രം പോരാ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാളിലെങ്കിലും മാറ്റം ഉണ്ടായണ്ടല്ലോ, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളും മാറണം, നമ്മളെ കേൾക്കുന്നവരും നാമുമായി ബന്ധപ്പെടുന്നവരൊക്കെ മാറണം. വെറുതെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറയാൻ പോകുന്നത് പോലെയാകണം റമദാനിൽ ഓതേണ്ടത്. കൽബിൽ പ്രകാശം കിട്ടും. ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് അംബാനിയല്ല, നിങ്ങളായി മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ചിരി വന്നോ? അൽഹംദുലില്ലാ. ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ ഹംദിൻ്റെ സന്തോഷം ഞാനിങ്ങനെ നോക്കുമ്പോണ്ട് ഒരു സഹോദരിയുടെ കമൻറ്റ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഉസ്താദെ, സ്വബാഹുൽ ഖൈറിലൂടെ ഞാൻ ഹംദ് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കാര്യമുണ്ടാകും, നാദ ഖൈറാണെങ്കിൽ എനിക്കൊരു കുഞ്ഞിനെ ഈ ഹംദിലൂടെ നൽകി അനുഗ്രഹിക്കണേ എന്ന്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര തവണ ഹംദ് പറഞ്ഞു എന്നറിയില്ല. അൽഹംദുലില്ലാ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, അൽഹംദുലില്ലാ പ്രഗ്നൻ്റ് ആണ്. യാ അല്ലാ അൽഹംദുലില്ലാ. എത്ര തവണ അവർ എഴുതുമ്പോൾ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ശരിക്കും ഈ സ്വബാഹുൽ ഖൈർ കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താ? ഏത് പ്രതിസന്ധിയിലും ഏത് ഖൈറിലും അൽഹംദുലില്ലാ പറയാൻ പഠിച്ചു എന്നുള്ളതാണ് അല്ലേ? അൽഹംദുലില്ലാ കൊണ്ട് ലൈഫ് മാറി. ഇങ്ങനെ എത്ര പേര്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി അവർ പറയുന്നുണ്ട് IVF-ലൂടെ അല്ലാതെ കുഞ്ഞുണ്ടാകില്ല എന്ന് ഡോക്ടർ അവരോട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയത്. അള്ളാഹിനെ കൊണ്ട് പറ്റൂലേ? ഹംദ് വല്ലാത്തൊരു അത്ഭുതമാണ്. ആ ഹംദ് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഈ സ്വബാഹുൽ ഖൈറിൽ വന്നതിന് ശേഷമാണ്. നിങ്ങൾ ഒരു ദിവസം പോലും സ്വബാഹുൽ ഖൈർ മുടക്കരുത് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് മുടക്കരുതെന്ന് മാത്രമല്ല, നാമുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇതിലേക്ക് എത്തിക്കണം. അത് നിങ്ങളൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. നിങ്ങളെ കുടുംബത്തിലുള്ള ആളുകൾ, നമ്മുമായി ബന്ധപ്പെടുന്നവരൊക്കെ ഈ സദസ്സിലേക്ക്, ഹംദ് പറയുന്ന ഈ സദസ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് നിങ്ങളത് ഏറ്റെടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ശഅബാൻ ഇങ്ങനെ തീരാനായി, ഇനി ഒരാഴ്ചയുള്ളൂ. റമദാൻ കടന്നു വരികയാണ് അല്ലേ? റമദാൻ വരുമ്പോൾ നമ്മൾ ഖുർആനൊക്കെ എടുത്ത് ഓതും. പക്ഷേ ആ ഖുർആൻ കൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ? എന്താ കിട്ടണത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സംഗതി നമുക്ക് കിട്ടുന്നില്ല. എന്തേ കാരണം? അതിൻ്റെ കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ. ശരിക്കും ഖുർആൻ ഓതിയിട്ട് വലിയ ശാപം വാങ്ങുന്ന ആളുകൾ, നരകത്തിലേക്ക് ആദ്യം വലിച്ചെറിയപ്പെടുന്ന ആരാന്നറിയോ? ഖുർആൻ ഓതുന്ന ഹാഫിളീങ്ങളാണ്. എന്തേ അവരങ്ങനെ ആകാൻ കാരണം? നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം ഖുർആനുമായി ബന്ധപ്പെടാൻ. എങ്ങനെയാണ് ഓതേണ്ടത്? നമ്മൾ ഈ പറയുന്നത് പോലെ ഓതിയ ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ കൽബിൽ അല്ലാഹ് പ്രകാശം തരും. ഹൃദയം പ്രകാശിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറും. വേണ്ടവർക്ക് എങ്ങനെ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ആ വിഷയം ഒരുമിച്ചൊന്ന് പഠിക്കാം. നമുക്കേ ഇപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്നില്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോണ്ട് കുറച്ച് ആൾക്കാരൊക്കെ എണീറ്റിങ്ങനെ പോകണം. നമ്മുടെ മനസ്സിൽ എന്ത് തോന്നി? ഉമ്മാരിക്കൊന്നും ഇത് പഠിക്കാനുള്ള തൗഫീഖ് ഇല്ലല്ലോ, ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കണ്ടല്ലോ അല്ലേ? തോന്നിയില്ലേ ചിലർക്കെങ്കിലും? നിങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് ഇവിടെ എത്തിയതാണോ? ആണോ? നിങ്ങൾ ആരും ഇവിടെ എത്തിച്ചതാണ്? ആരത്? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞ അല്ലാഹ്ക്ക്? ഇവിടെ ഇരുന്നതിൻ്റെ പേരിൽ ഒരു അൽഹംദുലില്ലാ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവെക്കാവോ? ഇപ്പൊ പറഞ്ഞിട്ട് കൈവെക്കരുത്. ഇവിടെ ഇരിക്കാൻ ഒരു തൗഫീഖ് കിട്ടിയതിൻ്റെ പേരിൽ പടച്ചോനെ എന്നെ കൊണ്ട് ഇവിടെ വരാൻ പറ്റൂല, നീയാണ് എന്നെ എത്തിച്ചത്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഒരാളെങ്കിലും? അൽഹംദുലില്ലാ, അദ്രവാനിക്കുണ്ടെന്ന്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് നമുക്കൊക്കെ തരട്ടെ. വേദനയൊക്കെ ഉണ്ട്, അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നിങ്ങൾ പറയും, കഴിവുണ്ടോ? സജാദേ, എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് വീഡിയോ എടുക്കാനുള്ള കഴിവില്ല. എനിക്ക് ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ ബാങ്ക് വിളിക്കുമ്പോൾ
ഹയ്യ അലസ്സലാ. എന്താ പറയുന്നത്? നിസ്കാരത്തിലേക്ക് നമ്മളെന്താ മറുപടി കൊടുക്കുന്നത്? അതിന് ലാ ഹൗല. എന്താ അതിന്റെ അർത്ഥം? എന്നെ കൊണ്ട് പറ്റൂല പടച്ചോനെ, നീ സഹായിച്ചാലേ പറ്റുള്ളൂ അല്ലാ. അതതിന്റെ അർത്ഥം. എന്നെ കൊണ്ട് പറ്റൂല അല്ലാ, ഞാൻ ഒറ്റക്ക് ശ്രമിച്ചാല് ഇവിടെ നിന്നൊരു കാലെടുത്ത് വെക്കാൻ പറ്റൂല പടച്ചോനെ, നീ സഹായിച്ചാലേ ഞാൻ പള്ളിയിലോട്ട് വരും, നീ സഹായിച്ചാലേ ഞാൻ നിസ്കരിക്കും. എനിക്ക് വല്ല കഴിവുണ്ടോ? കഴിവാർക്കാ? ഒന്നിനും പറ്റൂല. നമ്മൾ വേറെ അടിമകളായി നിന്നാ മതി. കഴിവ് തരുന്നത് ആരാണ്? എല്ലാ കഴിവും ആരുടേതാണ്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ? അൽഹംദുലില്ലാഹില്ലദീ അത്വഅമന അല്ലെങ്കിൽ അത്വഅമനി. എന്താ അർത്ഥം? എനിക്ക് കഴിക്കാനുള്ള കഴിവൊന്നുമില്ല പടച്ചോനെ, എന്നെ കഴിപ്പിച്ച അല്ലാഹ് നിനക്കാണ്. എന്നെ കഴിപ്പിച്ച അല്ലാഹ്, എനിക്ക് കഴിക്കാൻ കഴിയും. ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. കഴിപ്പിച്ച അല്ലാഹ്. വേണ്ട, ബാത്റൂമിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്താ പറയണേ? ഉഫ്രാനക്ക അൽഹംദു, സർവസ്തുതി നിനക്കാണ് പടച്ചോനെ. ഈ വയറ്റിന്ന് പോകാനും ഈ യൂറിനേറ്റ് ചെയ്യാനും എനിക്ക് കഴിവുണ്ടോ? അത് പുറത്തേക്ക് വിടുന്നതും അത് ബ്ലോക്കാക്കി നിർത്തുന്നതും ഒക്കെ ആരാണ്? എന്റേത് കളഞ്ഞെനിക്ക് ആശ്വാസം തന്നല്ലോ അല്ലാ, അൽഹംദുലില്ലാ. ഉറങ്ങാൻ കഴിവുണ്ടോ? എനിക്ക് ഉണ്ടോ? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വാഹ്. എന്നെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനായ അല്ലാ, നിന്റെ നാമത്തിൽ നീയാണ് ഉറക്കണത്. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ എനിക്ക് കഴിവുണ്ടോ? ഉറങ്ങി എണീറ്റ് എന്താ പറയണ്ടേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യ. എന്നെ എണീപ്പിച്ച അല്ലാ നിനക്കാണ് സർവ്വസ്. എനിക്കൊന്നിനും കഴിവില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കഴിവ് മുഴുവൻ നിനക്ക് മാത്രമാണ് പടച്ചോനെ, എനിക്ക് ഒരു കഴിവില്ല അല്ലാ. അത് സമ്മതിക്കലാണ് അടിമയുടെ സ്വഭാവം. എനിക്കൊന്നിനും കഴിയൂല. ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ പണ്ടേ ആയ കാലത്ത് കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്ന വീടും സ്ഥലമൊക്കെ. നീ അധ്വാനിച്ചുണ്ടാക്കിയതാ ആണോ? ആ ഡയലോഗ് ഇവിടെ നിർത്തിക്കോണം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണോ അത്? ആണോ? ആര് തന്നതാ? അല്ല. അതായത് നിനക്കൊരു കഴിവില്ല. കഴിവുള്ളത് ആർക്ക് മാത്രമാണ്? നമ്മളിലൂടെ നടക്കുന്നത് ആരുടെ കഴിവാണ്? അതിന്റെ കഴിവ്. ഇത്രയേ ഉള്ളൂ സംഗതി. മനസ്സിലായോ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിവില്ല, ബാത്റൂമിൽ പോകാൻ കഴിവില്ല, ഉറങ്ങാൻ കഴിവില്ല, എഴുന്നേക്കാൻ കഴിവില്ല, ഒന്നിനും പറ്റൂല. ചിലർ പറയും, ഓ എനിക്ക് 2 പിള്ളേരൊക്കെ ഉണ്ടായി, ഏതാണ്ട് അല്ലേ? നീയാണോ അതിന്റെ കാരണം? നിന്റെ കഷ്ടപ്പാട് കൊണ്ടാണോ അതുണ്ടായത്? അല്ലടോ. ആര് തന്നതാ? ലാ ഹൗല വലാ ഖുവത. അല്ലാഹ്ക്കല്ല അതൊരു കഴിവ്. ആ ബോധ്യത്തിലൊന്ന് നിന്നോക്കേ. ചിലർ പറയും, ഞാൻ വണ്ടി ഓടിച്ചാലും ഞാൻ ഉറങ്ങൂലട്ടാ, ഞാൻ ഡ്രൈവിങ്ങിൽ പക്കയാണ്. അല്ലാഹ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത വർത്താനാണത്. കാരണം ഈ അഹങ്കാരത്തിന്റെ കസേര ആർക്ക് മാത്രം ഉള്ളതാ? അക്കസേരയിൽ കയറിയിരുന്ന പടച്ചോൻ ചവിട്ടി പുറത്താക്കും നമ്മളെ. അക്കസേരയിൽ നമ്മൾ കയറിയിരിക്കണ്ട. അഹങ്കാരം ആരുടെ സിഫത്താണ്? ആരുടെ സിഫത്താ? ഇപ്പൊ ഞാനിവിടെ നിസ്കരിക്കാൻ വരുമ്പോണ്ട് നമ്മുടെ സാഹത്ത് ഓടിയിട്ട് ചെറിട്ട് ഇന്ന് ഞാൻ ഇമാമത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ മനസ്സിൽ എന്ത് തോന്നും? എനിക്കിഷ്ടപ്പെടും അത്. അത് ഓരോരുത്തർക്കും ഓരോ കസേരയുണ്ട്. അള്ളാന്റെ കസേര മുത്തക്കബ്ബിർ, അഹങ്കാരിയായ പടച്ചോനെ. അഹങ്കാരം, അങ്ങനെ അഹങ്കരിക്കാനുള്ളവൻ ആര് മാത്രാണ്? എനിക്കൊന്നുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തു പറയണം? എന്താ വിശേഷം? ഇപ്പൊ നമ്മൾ നല്ല കച്ചവടമൊക്കെ കിട്ടി ലാഭത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ ചോദിക്കാണ്, എന്താ വിശേഷം? അൽഹംദുലില്ലാ. കച്ചവടം നഷ്ടത്തിലാണെങ്കിൽ അൽഹംദുലില്ലാ. സംഗതി അപ്പൊ അൽഹംദുലില്ലാ കൽബിന്നല്ല വന്നത്. എവിടെന്ന് വരണം? എനിക്ക് ലാഭം തരുന്നതും എനിക്ക് നഷ്ടം തരുന്നതും എന്റെ പ്രവർത്തനം കൊണ്ടല്ല, എന്നോട് പ്രവർത്തിക്കാനേ കൽപ്പിച്ചിട്ടുള്ളൂ. തരേണ്ടത് ആരാണ്? അത് അവന്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ചെയ്യേണ്ടത് ചെയ്താൽ മതി. അത് ചെയ്യണമെങ്കിലും എനിക്ക് ആര് കഴിവ് വരണം? എനിക്ക് വല്ലതുണ്ടോ? ഞാൻ അവന്റെ വിനയവിധേയനായ ഒരു അടിമ മാത്രം. ആ ബോധ്യത്തിലൊന്ന് പാടിയ ഹസ്ബി റബ്ബി. സംഗതി വരട്ടെ. മാഫി ഖൽബി ഗൈറുല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ലാ പറയണം, ഇല്ല ഇല്ല, പിന്നെയാണ് ഇലാഹ് പറയണത്. അപ്പൊ ഇലാഹില്ല എന്നർത്ഥം വരൂലേ? ഇതെന്തിനിങ്ങനെ പറഞ്ഞു? ആദ്യം ലാ പറയുമ്പോ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാത്തിനെയും നിഷേധിക്കുകയാണ്. എനിക്ക് ഒന്നുമില്ല, എനിക്ക് ആരുമില്ല, ഇലാഹ് ഇലാഹല്ലാതെ. ആരാണ് എന്റെ ഇലാഹ്? ഇല്ലല്ലാഹ്, അല്ലാതെ. ആരാധ്യനായിട്ട് മാത്രമല്ല, എനിക്കാരുമില്ല, ഇവിടെ എവിടെയുമില്ല, അല്ലാതെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് രസാണ് അങ്ങനെ. ശരി, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമ്മൾ ഓർക്കുന്നുണ്ടോ? ടെൻഷൻ ഫ്രീ ആകാൻ 3 പ്രകാശം വേണമെന്ന് പറഞ്ഞു നമ്മൾ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രകാശം എന്താ പറഞ്ഞത്? അല്ലാഹ്. 2 റസൂലുള്ളാഹ്. 3 ഖുർആൻ. ഖുർആൻ ഇപ്പൊ എങ്ങനെയാ പ്രകാശമാകുക? നമുക്ക് അതൊന്ന് പഠിച്ചു തുടങ്ങിയാലോ? റെഡി അല്ലേ നിങ്ങൾ? അല്ലേ? ഇന്ന് ഖുർആൻ ഓതിയ ആളുകളൊക്കെ ഒന്ന് കൈവക്കി. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ ഓതിയിട്ട് പ്രകാശം കിട്ടിയ ആരെങ്കിലും? ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ഞിപ്പിള്ള ഉണ്ടായിരുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതാണ്. ആളെ കാണൂല. അവനാണത്. അപ്പൊ ഖുർആൻ ഓതിയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണം എന്താ? ചിലർ ചിന്തിക്കും, ഞാൻ ഖുർആന്റെ അർത്ഥം പഠിച്ചു, ഞാൻ പരിഭാഷ വായിച്ചു, തഫ്സീർ വായിച്ചു, ഞാൻ ഖുർആൻ ഓതാൻ പഠിച്ചു, എന്നിട്ട് ഈ പറഞ്ഞ സംഗതിയൊന്നും എനിക്ക് ടെൻഷനാണ് എപ്പോഴും, എൻ്റെ കൽബിലേക്ക് സമാധാനം വരുന്നില്ലല്ലോ. അതിന്റെ ഉത്തരവാദി നമ്മളാണോ ഖുർആനാണോ? അതിന്റെ ഉത്തരവാദി നമ്മളാണോ ഖുർആനാണോ? അവർക്ക് പറഞ്ഞേ. അപ്പൊ എന്താ നമ്മുടെ കുഴപ്പം? സമീപിക്കേണ്ടതുപോലെ ഖുർആൻ നമ്മൾ സമീപിച്ചിട്ടില്ല. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ, ഭക്ഷണത്തെ സമീപിക്കേണ്ടതുപോലെ സമീപിച്ചില്ലെങ്കിൽ വിശപ്പ് മാറുന്നതിന് വരെ ചിലപ്പോൾ ഫുഡ് പോയിസൺ അടിക്കും, അല്ലേ? കഴിക്കുമ്പോൾ വൃത്തിയായിട്ട് നല്ല നിലക്ക് നല്ല ഫുഡ് കഴിക്കണം. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ എന്നതുപോലെ ഖുർആനെ സമീപിക്കേണ്ടതുപോലെ സമീപിച്ചില്ലെങ്കിൽ ഹൃദയത്തിന്റെ ഇരുട്ടങ്ങ് വർദ്ധിക്കും. ഹൃദയത്തിന്റെ ഇരുട്ട്. എനിക്ക് പരിചയമുണ്ടൊരു ഹാജിയാര്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ മാസത്തിൽ 1 ഹത്തൊക്കെ തീർത്ത് കളയും മൂപ്പര്. ഹജ്ജാദി ഖുർആൻ ഓതും. 5 വക്കത്ത് പള്ളിയിലുണ്ടാവും. എരമത്തുകാരനല്ല കേട്ടോ, ആദ്യം തന്നെ പറഞ്ഞേക്ക്. എന്നാ പണി എന്താണെന്നറിയോ? ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ എന്തോ പറയും, പാലക്കാട് വാച്ച് പറയുന്നത് ബ്ലേഡ് വലിശ കൊടുക്കുന്നുണ്ട്, മീറ്റർ വലിശ, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. മീറ്ററാണോ? എന്തായാലും ഭയങ്കര കട്ടിയുള്ള വലിശക്കാരനാണ് ഉള്ളി. ഹാജിയാരാണ്. 4-5 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാ പറയാ ഉള്ളി. 40 ഉംറ ചെയ്തിട്ടുണ്ടെന്നൊക്കെ വലിയ അഭിമാനത്തോടെ പറയും. നിസ്കാരമുണ്ട്, ഖുർആൻ അജ്ജാതി ഒത്തോതും. പള്ളിയിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പരായിരിക്കും, ചിലപ്പോ ഉസ്താദുമാരെക്കാളും മുമ്പ് മൂപ്പര് വരും, ഇരുന്നോത്ത് തന്നെ. പക്ഷെ പലിശക്കാരെങ്കിലും ഇടങ്ങേറാണ്ടി ഇവിടെ ആചാരം അടുത്തേക്ക് വയ്ക്കാം, മൂപ്പരാകുമ്പോ സെറ്റപ്പ് ആക്കി തരും. അയാൾക്ക് സമാധാനം കിട്ടുമോ? ഇയാൾ ഖുർആൻ ഓതാത്തതിന്റെ കുറവാണോ? ചിലപ്പോ ഉസ്താദ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഖുർആൻ ഓതി കൊടുക്കുമ്പോ തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് അങ്ങനെയല്ല കേട്ടോ, മറ്റേ ആയത്തങ്ങൾ മാറിപ്പോയിട്ടുണ്ട്, അർത്ഥമൊക്കെ മൂപ്പരങ്ങൾ പറഞ്ഞു കൊടുക്കും. അർത്ഥം അറിയാത്തതിന്റെ കുഴപ്പമാണോ? ആണോ? പിന്നെന്താ ഇവിടെ സംഭവിച്ചത്? ഖുർആൻ ആര് വഹിക്കുന്നുണ്ടോ, ഖുർആൻ എന്ത് ചെയ്യണം? വഹിക്കണം. എങ്ങനെ വഹിക്കണം? എടുത്തുകൊണ്ട് നടക്കണം എന്നല്ല. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ടെൻഷനില്ല. പരിശുദ്ധ റസൂൽ ഹദീസിൽ നിന്ന് വെച്ചാണ്. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സഹായം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഹബീബ് റസൂലുള്ളാഹ്, മാ മിൻ ശഫീഇൻ അഫ്ളല മൻസിലതൻ ഇൻദല്ലാഹി തആല മിനൽ ഖുർആൻ. ഖുർആനേക്കാൾ നിങ്ങൾക്കൊരു പടപ്പും സഹായിയായിട്ട് ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളെ സഹായിക്കാനായിട്ട് മനുഷ്യനോ ജിന്നോ മലക്കോ ആരുണ്ടെങ്കിലും ഖുർആൻ സഹായിക്കുന്നത് പോലെ ഒരാളും നിങ്ങളെ സഹായിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ എങ്ങനെയാ ഖുർആന്റെ സഹായം മേടിച്ചെടുക്കുക? ഖുർആന്റെ പവർ എന്താണ്? വേദഗ്രന്ഥങ്ങളുടെ പവർ എന്താണ്? ഒരു കഥ പറഞ്ഞിട്ടെങ്കിൽ വെറും ഒരു കഥയല്ല, ഇത് പരിശുദ്ധ ഖുർആനിലെ കഥയാണ്, ചരിത്രമാണ്. സൂറത്തുൻ നംല് കേട്ടിട്ടുണ്ടോ? സൂറത്തുൻ നംല് ഓതിയിട്ടുണ്ടോ? സൂറത്തുൻ നംലില് ലോകം അടക്കി ഭരിച്ചൊരു ചക്രവർത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രവാചകനാണ്. ആരാത്? സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു വാർത്ത കേൾക്കുന്നത്. യമൻ എന്ന് പറയുന്ന നാട്ടില് സബ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സൂര്യനെ പൂജിക്കുന്ന ആളുകൾ ഇങ്ങനെ കൂടി വരികയാണ്. സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ. അവരുടെ രാജ്ഞിയുടെ പേരെന്താ? ബിൽഖീസ്. ബിൽഖീസാണ് അവിടെ ഭരിക്കുന്നത്. ഉടനെ ഒരു കത്തെഴുതാണ് സുലൈമാൻ നബി. ആർക്ക്? ബിൽഖീസിന് ഒരു കത്തെഴുതാണ്. കത്തിൽ ഒരുപാട് കഥയൊന്നും എഴുതണില്ല, 2-3 വരിയുള്ളൂ കത്ത് തീർന്നു. എന്താ കത്തിൽ എഴുതിയിട്ടുള്ളത്? സൂറത്തുൻ നംലിൽ കാണാം,
ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇന്നഹു മിൻ സുലൈമാൻ, ഫ്രം സുലൈമാൻ. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടങ്ങി ഒതുങ്ങി പേടിച്ചിങ്ങോട്ട് തിരിച്ചു വന്നു. അടങ്ങി ഒതുങ്ങിട്ട് തിരിച്ചു വന്നു. എന്നെ കൊണ്ട് വേറെ പണിയെടുപ്പിക്കരുത് സയ്യിദുനാ സുലൈമാൻ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇടക്കാലത്ത് പ്രശ്നം ഉണ്ടായപ്പോ എന്താണ്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട്, ഇപ്പൊ ഇവിടുന്ന് ഞങ്ങളുടെ കയ്യിൽ വേറെ സാധനം ഉണ്ട് അല്ലേ. എന്നാൽ ഖുർആൻ വഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ ആയുധം എന്താണ്? ഖുർആനാണ്. ആ ഖുർആനിലെ ഒരു അരവരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതാണ് സംഗതി. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ വന്നോളണം ബൽഖീസെ. അവിടെ ചർച്ച ചെയ്യാണ്. ഇത് കണ്ടപ്പോ തന്നെ പേടിച്ചു വറക്കാൻ തുടങ്ങി ബൽഖീസും കൂട്ടരും. അവിടെ നിന്ന് സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. നാലോചിക്ക് ഒറ്റ വരി എതിരെഴുതിയിട്ടുള്ളൂ, ഫഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവര് വരാൻ വരുന്ന വഴിക്ക് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഒരു ആലോചന ഉണ്ടായി. എന്താണ്? ബൽഖീസിനൊന്ന് ഞെട്ടിക്കണം. വെറുതെ ഞെട്ടിക്കാനല്ല, ആ ഞെട്ടലിലൂടെ ഞാൻ വെറും ഒരു രാജാവല്ല, അള്ളാന്റെ നബിയാണെന്ന് തിരിച്ചറിയണം. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ട്, ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅതീനി ബിഅർശിഹാ. ബൽഖീസിനൊരു സിംഹാസനം ഉണ്ട് ഇല്ലേ, എല്ലാവർക്കും ചരിത്രം അറിയാം. സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ട അക്കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സിംഹാസനമാണ്. ഇതൊരു അറയിലൊക്കെ വെച്ച് പൂട്ടിയിട്ടാണ് ബൽഖീസ് അവിടെ നിന്ന് പോന്നേക്കണത്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട് ഫലസ്തീനിൽ നിന്ന് സബയിലേക്ക്. അവര് പുറപ്പെട്ട് ഏതാണ്ടൊക്കെ പകുതി കഴിഞ്ഞു. അപ്പോഴാണ് സുലൈമാൻ നബി തന്റെ സദസ്സിലുള്ളവരോട് ചോദിക്കണത്. ആ സദസ്സിൽ ആരൊക്കെയുണ്ട്? മനുഷ്യരുണ്ട്, അവരിലെ ഔലിയാക്കളുണ്ട്, ജിന്നുകളുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാവരും ഉണ്ട്. ആരാണ് ബൽഖീസിന്റെ സിംഹാസനം ഇവിടെ കൊണ്ടുവരിക? ആരാ കൊണ്ടുവരിക? അതായത് മനുഷ്യ കഴിവിനപ്പുറത്തുള്ളൊരു സംഗതി സുലൈമാൻ നബി ചോദിക്കാണ്. ആരാ കൊണ്ടുവരിക? ഖാല ഇഫ്രീത്തും മിനൽ ജിൻ അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. ഞാൻ കൊണ്ടുവരാം. ആരെണീറ്റത്? ജിന്നുകളിൽപ്പെട്ടൊരു മല്ലൻ എണീറ്റിട്ട് പറഞ്ഞു, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറയുള്ള ആ സിംഹാസനം ഞാൻ എടുത്തുകൊണ്ട് വരാം. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, ഈ സദസ്സ് പിരിയുന്നത് വരെ എനിക്ക് ടൈം തരണം. ഇപ്പൊ രാവിലെ സദസ്സ് കൂടിക്കഴിഞ്ഞാൽ ഉച്ചയാകും രാജസദസ്സ് പിരിയാൻ. അതിനു മുമ്പ് ഞാൻ കൊണ്ടുവരുമെന്നേ. കാരണം ജിന്നിനെ കൊണ്ട് പറ്റൂലേ? മനുഷ്യ കഴിവിൽ പെടാത്ത പലതും ജിന്നിനെ കൊണ്ട് പറ്റും. സുലൈമാൻ നബിക്ക് തൃപ്തിയായില്ല. അപ്പൊ ഒന്നുകൂടി ഇങ്ങനെ നോക്കുമ്പോണ്ട് ഒരു മനുഷ്യൻ, ഖാല അല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. വേദത്തിൽ നിന്ന് ചില അറിവുകൾ ലഭിച്ച ഒരാൾ. വേദഗ്രന്ഥം മുഴുവൻ പഠിച്ച ആളെന്നല്ല പറഞ്ഞത്. വേദഗ്രന്ഥം മുഴുവൻ പഠിച്ച ആളെന്നല്ല, വേദത്തിൽ നിന്ന് ചില അറിവുകൾ ഉള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങിങ്ങനെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ കണ്ണ് ചിമ്മി തുറന്നേ. എത്ര സെക്കൻഡ് അല്ലേ? എത്ര സെക്കൻഡ് വേണ്ടി? ഒരു സെക്കൻഡ് വേണ്ടി വന്നോ? മൈക്രോ സെക്കൻഡ് അല്ലേ? അതുപോലും വേണ്ടി വന്നില്ല. ഇതിനു മുമ്പ് 1000-ൽ പരം കിലോമീറ്റർ ഉള്ള സ്ഥലത്തുനിന്ന് ഞാൻ സിംഹാസനം എടുത്തുകൊണ്ട് വരാം. ഇതാരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി പറയുന്നുണ്ട്. അത് ആസഫ് ഇബ്നു ബർഖയ അല്ലെങ്കിൽ ബർഖിയ, രണ്ടും പറയും. അദ്ദേഹം ആരാണ്? ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു. സുലൈമാൻ നബിയുടെ സദസ്സിലുണ്ടായിരുന്ന അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. എന്ത് സംഭവിച്ചു? ഫലമ്മാ റആഹു മുസ്തഖറൻ ഇൻദ ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി. സംഗതി മുമ്പിലേക്ക് അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ആ സംഗതി ഇവിടെ എത്തിച്ചു. മായാവി കഥയല്ലത്, ഖുർആനിലെ കഥയാണ് ഞാൻ പറയണത്. ഉടനെ സുലൈമാൻ നബി പറഞ്ഞ എന്താ? ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് സയ്യിദുനാ സുലൈമാൻ. ശരി, ആ ചരിത്രത്തിലേക്കല്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, ആ വാക്കിലേക്കാണ്. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. ഖാലല്ലദീ ഇൻദഹു ഇൽമുൽ കിതാബ് എന്നല്ല, വേദഗ്രന്ഥത്തിലെ മുഴുവൻ അറിവും നേടിയ ആള് എന്നല്ല പറഞ്ഞത്. വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ചറിവുകൾ നേടിയ. അല്ല ഒരു മിന എന്ന് ഉപയോഗിക്കണമെങ്കിൽ വെറുതെ ഉപയോഗിക്കൂലല്ലോ. വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് ജ്ഞാനം നേടിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യന് ഇത് സംഭവിക്കുമെങ്കിൽ, ആ മനുഷ്യനെ കൊണ്ട് ഇത് പറ്റുമെങ്കിൽ
മനുഷ്യ കഴിവിൽ പെടാത്തൊരു കാര്യം ആ മനുഷ്യൻ ചെയ്തെങ്കിൽ നമ്മൾ ചിന്തിക്കണ്ടേ? ജിന്ന് അത് ഏറ്റെടുക്കാൻ കാരണം എന്താ? ജിന്നിന്റെ സ്വഭാവം അങ്ങനെയാണ്. ജിന്നിനെ കൊണ്ട് ഇത് പറ്റും. അവനെ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ്. ആസഫുബിന് ബർഹിയ കൊണ്ടുവരാൻ ഏറ്റത് അത് ആർജിച്ചെടുത്ത കഴിവാണ്, നേടിയെടുത്ത കഴിവാണ്. രണ്ടു തമ്മിൽ മനസ്സിലായി? എനിക്ക് ഉറക്കം വരുന്നുണ്ടാ? ജിന്ന് പറഞ്ഞത് ജിന്നിന്റെ സ്വഭാവ ഗുണമാണ്. ജിന്നിനെ കൊണ്ട് പറ്റും അല്ലേ? കടലിന്റെ ആഴങ്ങളിൽ പോയി മുങ്ങിത്തപ്പി എടുക്കാനൊക്കെ ജിന്നിനെ കൊണ്ട് പറ്റും, പോസിബിൾ ആണ്. പക്ഷെ മനുഷ്യനെ കൊണ്ട് അങ്ങനെ ഇറങ്ങി തപ്പാൻ പറ്റുമോ? പറ്റൂല. അത് പറ്റണമെങ്കിൽ അവൻ ആർജിച്ചെടുക്കണം ചിലതെല്ലാം. അങ്ങനെ ആർജിച്ചെടുത്ത കഴിവാണ് ആസഫുബിന് ബർഹിയ. അതായത് മുൻകാല വേദങ്ങളിൽ അല്പജ്ഞാനമുണ്ടായിരുന്ന ഒരു മനുഷ്യനെ കൊണ്ട് അത് സാധിച്ചുവെങ്കിൽ മുൻകാല വേദങ്ങൾ മുഴുവനും ചേർന്ന അതിനേക്കാൾ അപ്പുറം നിറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആനിന്റെ ഹാമിലായി ഒരു മനുഷ്യൻ മാറിയാൽ അവനിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ ചരിത്രമൊക്കെ നമ്മൾ ഈ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് എന്താ? എൻ്റെ ഉപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്നു അല്ലേ? ഇബ്രാഹിം നബി തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാ മോനെ നീ ചാടുവോ? അതിപ്പോ എങ്ങനെ? അത് ഇബ്രാഹിം നബി ആ വഴിയിലൂടെ നടക്കാനാണ്. ഹസ്ബി എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂലേ? അക്കോലത്തിൽ പറയണം. അതിന് ഖുർആൻ ഖൽബിലേക്ക് ഇറങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യംബഗി അൻ യകൂന ലിഹാമിലിൽ ഖുർആൻ, ഈ ഖുർആനിന്റെ ആളുകൾക്ക് എന്താ ഗുണം എന്നറിയോ? അല്ലാ യകൂന ഇലാ അഹദിൻ ഹാജ ലാ ഇലൽ ഖുലഫാഇ വമൻ ദൂനഹും. അവരൊരു രാജാവിന്റെ അടുക്കലും പോവില്ല, ഏതെങ്കിലും പാർട്ടിക്കാരന്റെ ആളുകളായിട്ട് അവർ മാറൂല. എന്ന് പറഞ്ഞാൽ അവരുടെ നേട്ടത്തിന് വേണ്ടി ഒരാളുടെയും കാല് പിടിക്കാൻ പോവില്ല, ഒരു സമ്പന്നന്റെയും അടി പോയി കിടക്കൂല. അതായത് അവർക്കിടയിൽ ഇന്നൊരാളെ പോയി താങ്ങി നിൽക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ആരുണ്ട്. എന്നാൽ അവരുടെ പ്രത്യേകത എന്താ? മറ്റെല്ലാവരും ഇവരെ തേടി വരും. മറ്റെല്ലാവരും, ഉദാഹരണം പറഞ്ഞാല് മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറ, ഇന്നും അജ്മീറിൽ ഈ ഫാസിസ്റ്റുകളുടെ തലവനായ നരേന്ദ്രമോദി പോലും പോയി ഖാജയുടെ കാൽക്കൽ നിന്നില്ലേ? ഖാജ ചെന്നോ അങ്ങോട്ട്? ഇല്ല. അന്ന് ഖാജ റളിയല്ലാഹു അൻഹു ഇവിടെ വരുമ്പോ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയുന്ന ഫാസിസ്റ്റുകളുടെ നേതാവ്, അന്നത്തെ നേതാവ് ഉണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ. അവരോട് നേരിട്ട് യുദ്ധം ചെയ്ത മഹാനാണ് ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി റളിയല്ലാഹു അൻഹു. ഒരുത്തനും പേടിച്ചിട്ടില്ല, അവരുടെ അടിയിൽ പോയി കിടക്കേണ്ടി വന്നിട്ടില്ല. അവരൊന്ന് തടവി നിന്നിരുന്നെങ്കിൽ വലിയ സ്ഥാനം കിട്ടുമായിരുന്നു, നിന്നില്ല. അവര് നിൽക്കൂല അങ്ങനെ. പക്ഷേ ഖാജ വിജയിച്ചപ്പോ എല്ലാവരും ഖാജയുടെ പിന്നാലെ വന്നു. കാരണം ഖാജ ഖുർആനിന്റെ വാഹകനായിരുന്നു. ഇന്ന് അജ്മീറിൽ പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോകുന്ന എന്തിനാണോ പോയിട്ട് വരിക. പല പേക്കൂത്തുകളും പല ഇപ്പൊ കാഞ്ഞിരമുറ്റം ഉറൂസ് എന്ന് പറഞ്ഞൊരു സാധനം നടന്നു. നിങ്ങൾ കണ്ടായിരുന്നത്? എന്താ കാണിച്ചു കൂട്ടിയത്? മഅദല്ലാ, എന്തല്ലേ. എന്നാൽ ആ കമ്മിറ്റിക്കാരിൽപ്പെട്ട ഒരാളോട് ഞാൻ ശക്തമായിട്ട് ഇത് പറഞ്ഞു. അവിടെ പല പ്രഭാഷണങ്ങളും പല പണ്ഡിതരും നടത്തിയിട്ടുണ്ട്, ഒരാളും മൈൻഡ് ചെയ്യൂല. അക്കൂട്ടത്തിൽ ആ കമ്മിറ്റിയിൽ സുന്നികൾ മാത്രമൊന്നുമല്ല, സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ മാത്രമൊന്നുമല്ല ഉള്ളത്, ഇതിനൊക്കെ എതിർക്കുന്ന ആളുകളും അതിൻ്റെ അകത്തുണ്ട്. എന്നിട്ട് എന്തേ നിർത്താത്തത്? ഇത് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ സാധനം നിൽക്കും. ഇത് മാത്രമായി പോയി ലക്ഷ്യം. മൻ ആദാലി വലിയൻ, എന്റെ വലിയനെ ആരെങ്കിലും നിസ്സാരമാക്കിയാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വഹീഹുൽ ബുഖാരിയിലെ ഖുദ്സിയായ ഹദീസല്ലേ ഇത്? എന്തെല്ലാം തോന്നിവാസികൾ മഹാന്മാരുടെ പേരിൽ നടക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ശാപം വാങ്ങി അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാകുന്നവരിൽ നിന്ന് നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പോകുന്നത് എന്തിനാണോ പോയിട്ട് വരിക. അവിടെ പല പേക്കൂച്ചുകളും. അജ്മീറിൽ എന്തോരം ആളുകൾ അങ്ങനെ പൈസ തട്ടിയെടുക്കാൻ നിൽക്കുന്നവർ. അവർക്കെന്തിനാണോ പൈസ? ഇനി ഒരു നേർച്ചക്കുറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വിപുലീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെ പള്ളിയിലൊക്കെ വെക്കൂലേ? ഹറമിലും പണ്ട് നേർച്ചക്കുറ്റി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. കഅബാലയത്തിന്റെ അടുക്കൽ നേർച്ചക്കുറ്റി ഉണ്ടായിരുന്നു, ചിലതൊക്കെ കൊള്ളയടിക്കപ്പെട്ടു എന്നും കാണാം. അത് നമ്മളിപ്പോൾ നേർച്ചക്കുറ്റി വെക്കണമെന്നില്ല, ആളുകളോട് സംഭാവന ചോദിക്കുന്നതൊക്കെ എന്തിനാ? അവിടുത്തെ പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ പോകുന്ന ആളുകൾ പൈസ തട്ടിയെടുക്കുന്ന രീതിയിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നു. അതിനെ ന്യായീകരിക്കൽ, അതൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ ആ മഹത്തുക്കളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ ഖുർആനിന്റെ ഹാമിലുകളായതുകൊണ്ടാണ്. അവർ ഒരുത്തന്റെയും കാലിന്റെ അടിയിൽ പോയി കിടന്നിട്ടില്ല. സയ്യിദുന അങ്ങനെ കിടക്കുകയുമില്ല. സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഹാമിലുൽ ഖുർആനി റായത്തിൽ ഇസ്ലാം, ഈ ഖുർആൻ വഹിക്കുന്നവരാണ് ഇസ്ലാമിന്റെ പതാകവാഹകർ. അല്ലേ? നമ്മൾ പറയുന്ന സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ, സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ ബാപ്പ ഒരു തുരീഖത്തിന്റെ ശൈഖായിരുന്നു. സ്വലാഹുദ്ദീൻ അയ്യൂബി ഖാദിരിയ തുരീഖത്തുകാരനായിരുന്നു. ഏതെങ്കിലും ഒരുത്തന്റെ കാലിന്റെ അടിയിൽ പോയി കിടക്കാൻ നിന്നിട്ടില്ല. ആ സ്വലാഹുദ്ദീൻ അയ്യൂബിയെ തേടി എല്ലാ അധികാരികളും പിന്നാലെ വരാൻ തുടങ്ങി. എന്തേ? ഹാമിലുൽ ഖുർആൻ, ഖുർആനിന്റെ വാഹകരായി.
ഖുർആനിന്റെ വാഹകനായി. അപ്പൊ നമ്മൾ അർത്ഥം പഠിച്ച് കുറെ സംഗതി കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങൾ വലിയ ആളായി എന്നുള്ള തോന്നല് ഞാനടക്കം ആരുടെ മനസ്സിൽ വേണ്ട. ഞങ്ങൾ എന്തൊക്കെയാണെന്നുള്ള തോന്നലൊന്നും വേണ്ട. നമ്മൾ എവിടെ എത്തിയിട്ടില്ല. നമ്മൾ ബാലപാഠം പോലും ഖുർആനിൻ്റെത് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ഹിക്മത്തും ഇൽമും അള്ളാഹു നമുക്ക് അവന്റെ ഔദാര്യം കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാമിലുൽ ഖുർആൻ ഒരുത്തന്റെ വീട്ടുപടിക്കൽ പോയി ഇരക്കൂല അല്ലേ? ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ഒരു ഹാഫിളാണ്, പ്രയാസത്തിലാണ്, നിങ്ങൾ സഹായിക്കണം, നമ്മൾ സഹായിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മളൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, നമുക്ക് തന്നതാരാണ്? പക്ഷെ ആ വന്ന മനുഷ്യനിൽ ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഖുർആൻ ഹിഫുളുണ്ട്, ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഖുർആൻ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. ചിലർ വരും, ഞാൻ തങ്ങളാണ്, എന്നെ സഹായിക്കണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അഹ്ലുബൈത്തിന് സ്വതക്കയുടെ പണം പോലും നല്ലതല്ല എന്നാണ് നമ്മുടെ മദ്ഹബിൽ. സക്കാത്ത് അവർക്ക് കൊടുക്കല് ഹറാമാണ്, സ്വതക്ക അവർക്ക് പറ്റൂല എന്നാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയല്ലേ, അവിടെ ഇങ്ങനെ മുട്ടിലെഴിഞ്ഞു പോയിട്ട് സ്വതക്കയിൽപ്പെട്ട കാരക്ക അവിടെ കിടപ്പുണ്ട്. അത് വേഗം എടുത്ത് വായിലേക്ക് ഇട്ടപ്പോ ആ പരിശുദ്ധമായ വിരല് കൊണ്ട് ആ വായിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ, മോനെ സ്വതക്ക നമുക്ക് പറ്റിയതല്ല കേട്ടോ, അത് മറ്റുള്ളവരുടെ വിയർപ്പാണ്, നമുക്ക് ഹദിയയാണ് വേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി സയ്യിദന്മാർക്ക് കൊടുക്കുമ്പോൾ ഹദിയ കൊടുക്കണം, സമ്മാനമായിട്ട് കൊടുക്കണം, സ്വതക്കയല്ല കൊടുക്കേണ്ടത്, അത് നമ്മുടെ വിയർപ്പാണ്. രണ്ടും രണ്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അപ്പൊ ഹാമിലുൽ ഖുർആനായി മാറിയാൽ അവർ ഒരുത്തന്റെ വീട്ടുപടിക്കൽ പോവില്ല. മജ്ദൂബുകളായ ആളുകൾ പലപ്പോഴും അങ്ങനെ വന്നേക്കാം, പക്ഷെ അല്ലാത്ത ഹാമിലുൽ ഖുർആൻ പ്രത്യക്ഷത്തിൽ നമുക്ക് തിരിച്ചറിയുന്ന ആളുകൾ ഒരുത്തന്റെ വീട്ടുപടിക്കൽ ഉണ്ടാവില്ല. അവരിലേക്ക് എല്ലാവരും എത്തും. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ചിലപ്പോൾ ഖുർആൻ ഉറക്കെ ഓതും, ഖുർആൻ പതുക്കെ ഓതും, പലതരത്തിൽ ഖുർആനുമായി ജീവിക്കും. ഇപ്പോ ഒരിക്കല് മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ ഇങ്ങനെ നടന്നു പോവാൻ അല അബീബക്കറിൻ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു ഭയങ്കര പതുക്കെ ഖുർആൻ ഓതുന്നുണ്ട്, ഭയങ്കര പതുക്കെ. റസൂൽ ചോദിച്ചു, എന്തെങ്ങനെ പതുക്കോ? നബിയെ, ഞാൻ മുനാജാത്ത് ചെയ്യുന്ന എന്റെ റബ്ബ് പതുക്കെ ഓതിയാലും കേൾക്കുമല്ലോ യാ റസൂലല്ലാഹ്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ ഓതുന്നത്. ഒന്നും മിണ്ടിയില്ല. കുറച്ചങ്ങോട്ട് പോയി മറ അല ഉമർ റളിയല്ലാഹു, ഉമറിന്റെ അടുക്കലേക്ക് ചെല്ലാൻ. ഉമർ റളിയല്ലാഹു ഭയങ്കര ഉറക്കെയാണ് ഖുർആൻ ഓതുന്നത്, ഭയങ്കര ഉറക്കെ. റസൂൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഉറക്കെ ഖുർആൻ ഓതുന്നത്? അത് നബി ഒന്നുമല്ല, ഞാൻ ഖുർആൻ ഓതുമ്പോൾ അടുത്തുള്ള ശൈത്താന്മാർക്ക് അങ്ങോട്ട് പോയിക്കോളുമല്ലോ, ശൈത്താൻ ഓടിക്കാനും കൂടെ വേണ്ടിയിട്ട്. അപ്പോഴാണ് സയ്യിദുനാ ബിലാൽ, മദീന പള്ളിയിലെ വല്ലാക്കിയാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു റബാഹ് ഇങ്ങനെ ഉണ്ട്, കുറച്ച് ബക്കറയിൽ ഓതും, കുറച്ച് ആലു ഇമ്രാൻ ഓതും, കുറച്ച് യാസീൻ ഓതും, കുറച്ച് ദുഹയിൽ ഓതും. അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഓതുന്നുണ്ട്. അതൊരു രസമുള്ള രീതിയല്ലല്ലോ. എന്തുട്ടോത്താണ് ബിലാൽ. സയ്യിദുനാ റസൂലുള്ളാഹി നബിതങ്ങളെ, അത് വേറൊന്നുമല്ല, ഈ അത്തർ ഇങ്ങനെ ഓരോ അത്തറും ശ്വസിക്കുമ്പോൾ ഓരോന്നിനും ഓരോ സുഗന്ധമല്ലേ, എനിക്കത് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഓരോ അത്തറും സുഗന്ധം ആസ്വദിക്കുന്നത് പോലെ ഞാൻ ഖുർആൻ ഇങ്ങനെ അനുഭവിച്ച് ആസ്വദിക്കുകയാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും മിണ്ടിയില്ല. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു പ്രസ്താവന നടത്തുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുക്കും ഖദ് അഹ്സന വ അസ്വാബ. കുല്ലുക്കും, നിങ്ങൾ എല്ലാവരും ചെയ്തത് ശരിയാണ്, നിങ്ങൾ എല്ലാവരും ചെയ്തത് ശരി. കാരണം എന്താ? അവർ ഖുർആനിന്റെ വാഹകരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. 3 തരത്തിലാണ് ആളുകൾ ഖുർആനെ മനസ്സിലാക്കുന്നത്. എത്ര തരത്തിലാ? ഒന്നാമത്തെ വിഭാഗം എന്നറിയോ? അവര്, അത് നമുക്ക് സമാധാനം കിട്ടാനുള്ള വഴിയാണ്. ഖുർആൻ വഹിക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ആളുകൾ വഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ രൂപം എങ്ങനെയാന്ന് വെച്ചാല്, അവര് സ്ഫുടമായി ഖുർആൻ ഓതാൻ പഠിച്ചു. തജ്വീദൊക്കെ പാക്കയാണ്, അൽഹംദു ഇതൊക്കെ പാക്കയായിട്ട് അങ്ങനെ ഓതും, ഭയങ്കര സെറ്റപ്പാണ്. അർത്ഥവും അടിപൊളിയായിട്ട് പഠിച്ചു. പക്ഷെ ഖുർആൻ ജീവിതത്തിലില്ല. ഖുർആൻ എവിടെയില്ല? ജീവിതത്തിലില്ല. നമുക്കിടയിൽ പെരമം പ്രദേശത്ത് ഹാഫിളുകൾ ഉണ്ടാവും കുറെ പേര്. ഒരു വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ അവനെ കാണാനില്ല. ചിലപ്പോ കഞ്ചാവ് കേസിൽ പിടിച്ച അൽ ഹാഫിള് ഡാഷ് 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 ഒക്കെ ഉണ്ടോ? എല്ലാവരും ഉണ്ടോ? എങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല? ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹി അക്സറു മുനാഫിഖി ഹാദിഹിൽ ഉമ്മ ഖുറാഉഹാ. എന്റെ സമുദായത്തിലെ ഏറ്റവും കൂടുതൽ മുനാഫിക്കുകൾ, കപടന്മാർ, ഖുർആൻ പഠിച്ചവരും അതിന്റെ ആശയം അറിഞ്ഞവരും ഒക്കെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തുട്ട് വർത്താനം പറഞ്ഞു? എന്റെ ഉമ്മത്തിലെ ഏറ്റവും വലിയ കള്ളന്മാര്, ഏറ്റവും കൂടുതൽ കള്ളന്മാര് ഖുർആൻ ഓതാൻ പഠിച്ചവരും ഖുർആനിന്റെ ആശയം പഠിച്ചവരും അത് ഓതുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, എത്ര ഖുർആൻ ഒത്തുകാരെയാണ് യൽഅനൂൻ, ഖുർആൻ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്.
ജബാനിയാക്കൾ എന്ന് പറയുന്ന മലക്കുകളുണ്ട് ഇല്ലേ, നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകണ മലക്കുകളാ. ആ മലക്കുകൾ ആദ്യം നരകത്തിലേക്ക് വലിച്ചിഴക്കുന്നത് കാഫിറുകളെയല്ല, മറിച്ച് ഖുർആൻ കൽബിലേക്ക് ഇറങ്ങാത്ത ഖുർആൻ പഠിതാക്കളെയാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ സ്വഹാബത്ത് പഠിപ്പിക്കാൻ ഇമാം ദാറാനി ഉദ്ധരിക്കുകയാണ്. എത്ര ഗൗരവമുണ്ട്. ഇപ്പൊ പഠനം മാത്രം, പക്ഷെ ജീവിതത്തിൽ സംഗതിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഉമ്മത്തിൽ ബഹുഭൂരിഭാഗം മുനാഫിക്കുകളെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഹദീസ് ഉണ്ട്, ഒരു കാലഘട്ടം വരും, ലയതഅല്ലമൂനൽ ഖുർആൻ വയഖറഊന. ഒരു കാലഘട്ടം അവർ ഖുർആൻ ക്ലാസ് ഒക്കെ വെച്ച് ഖുർആൻ പഠിക്കും. ഖുർആൻ ഇങ്ങനെ മനപ്പാടാക്കും, ഖുർആന്റെ തഫ്സീർ പഠിക്കും, അതിന്റെ ആശയം പഠിക്കും, ഖുർആൻ ഇങ്ങനെ ഓതും. എടാ സൂറത്തു നൂഹിന്റെ 14-ാമത്തെ അധ്യായം നീ മറിക്കടാ, അതിലിങ്ങനെ ഇല്ല, നമ്മളിങ്ങനെ പറയും. എന്നിട്ടോ ഫയഖൂലൂൻ, അവര് പറയും ഖറഅന വഅലിംന, ഞങ്ങൾ ഓതിയിട്ടുണ്ട്, ഞങ്ങൾ ആശയമൊക്കെ പഠിച്ചിട്ടുണ്ട്. മൻദല്ലദീ ഖൈറൻ മിന്ന, ഞങ്ങളെക്കാൾ ഉത്തമരാരാടാ, ഞങ്ങൾ ഖുർആന്റെ ആളുകളാ, നിങ്ങൾ എന്തിന്റെ ആള്, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്. അവര് ഒരു അർത്ഥം പഠിച്ചിട്ടുണ്ടോ? നമ്മളോടാണ് ഈ പറയണത്. നമ്മൾ നഫ്സിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടോ, ഓതാൻ പഠിച്ചിട്ടുണ്ടോ? എന്നിട്ട് നമുക്കൊരു തോന്നലുണ്ട്, എന്നെക്കാൾ ഹൈർ ആരാണ്, ഞാൻ ഖുർആന്റെ ആളാണ്. ഹബീബ് റസൂലുള്ളാഹ് തങ്ങൾ മൻ ഉലൈക, അവരാരാണ് നബിയെ? ഉലൈക മിൻകും, ഉമ്മത്ത് മുസ്ലിമിൽപ്പെട്ട നിങ്ങളിൽപ്പെട്ട ആളുകളാണ് റസൂലുള്ളാഹ്. എന്നിട്ട് ഉലൈക വുഖൂദുൻ നാർ, ഇവർ നരകത്തിന്റെ വിറക് കഷ്ണങ്ങളാണ്, ഇവരെ കൂട്ടിയിട്ടിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹ്. അവർക്കൊരിക്കലും സമാധാനം കിട്ടൂല. ഏറ്റവും വലിയ നരകം എന്താണ്? ഏറ്റവും വലിയ നാറുല്ലാഹിൽ മൂഖദ, നാറുല്ലാഹിൽ അല്ലത്തി തത്വലിഉ അലൽ അഫ്ഇദ, കൽബിൽ കത്തുന്ന ഒരു നാറ്, ഒരു തീ. ഈ ദുനിയാവിലുണ്ട് നരകം. ആ നരകം ഏതാ? ഹൃദയത്തിൽ കത്തുന്ന തീ. അതാണ് ടെൻഷൻ, 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 ടെൻഷൻ. അവർ ഖുർആൻ ഓതും, അവർ നിസ്കരിക്കും, അവർ അർത്ഥം പഠിക്കും, എല്ലാം ചെയ്യും, പക്ഷെ അവരുടെ കൽബിലേക്ക് ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഇവരാണ് മുനാഫിക്കുകൾ. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ഓതും, അർത്ഥം പഠിക്കും, പക്ഷെ ജീവിതത്തിൽ എന്തുണ്ടാവൂല? ഖുർആൻ ഉണ്ടാവൂല. ഉറക്കം വരുന്നുണ്ടല്ലേ? ഒരു 5 മിനിറ്റ് കൂടെ നിർത്താൻ. രണ്ടാമത്തെ ഒരു വിഭാഗം ഏതാണെന്നറിയോ? അവര് കഴിയുന്നത് പോലെ ഖുർആൻ ഓതും, അവര് ഖുർആന്റെ ആശയമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ കൃത്യമായിട്ട് ഓതുന്നുണ്ട്, അവർ ഖത്മൊക്കെ തീർക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നത് പോലെ അവർ ജീവിതത്തിൽ ഖുർആൻ കൊണ്ടുവരാൻ ശ്രമിക്കും. എന്നിട്ട് അവര് പറയും, പടച്ചോനെ എന്നെ കൊണ്ട് കഴിവില്ലല്ലാ, ഖുർആൻ മുഴുവൻ പഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലാ, കുറച്ച് ആശയങ്ങൾ പഠിച്ചു, കുറച്ച് ഓതാൻ പഠിച്ചു, കുറച്ചൊക്കെ ഓതുന്നുണ്ട്, ഇത് നിന്റെ കലാമല്ലേ. അല്ലമൽ ഖുർആൻ. എന്താണ് അർ-റഹ്മാൻ? ഞാൻ ഖുർആൻ പഠിച്ചതല്ല, നീ എന്നെ പഠിപ്പിച്ചതാണ്. ആര് പഠിപ്പിച്ചതാ? നീ പഠിപ്പിച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ ബോധ്യത്തിൽ ജീവിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് ഖുർആനായി ബന്ധപ്പെട്ടിട്ട്. ഇവര് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, അവരാണ് ഖുർആനിന്റെ വാഹകർ. ഹാമിലുൽ ഖുർആൻ, ഹാമിലുൽ ഖുർആൻ, ഖുർആനിന്റെ വാഹകർ. ആ മേഖലയിലേക്കൊന്ന് കടന്നാൽ അവന് പിന്നെ ടെൻഷനില്ല, ഡിപ്രഷനില്ല, സമാധാനക്കേടില്ല, സ്വസ്ഥതയല്ലാതെ ഒന്നുമില്ല. ഹാമിലുൽ ഖുർആനായി മാറണം. അടുത്ത ആഴ്ച പറഞ്ഞ പോരെ? ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളുക. ഹാമിലുൽ ഖുർആൻ എന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ കിട്ടിയില്ലേ? ഇങ്ങനെ വേണം ഖുർആൻ ഓതാൻ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഹാമിലുൽ ഖുർആൻ, ഖുർആനിൻ്റെ വാഹകനായി മാറുന്നത്, അത് പഠിക്കണ്ടേ? എന്നിട്ട് അങ്ങനെയുള്ള ആളുകളായിട്ട് മാറണ്ടേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ആ പർവ്വതം ഏതാണെന്നാണ് അല്ലേ? അതേതാ? അത് തൂരിസീന പർവ്വതമാണ്. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. 11,000 രൂപ അള്ളാഹു അർഹരിലേക്ക് എത്തിക്കട്ടെ. എന്താ ചോദ്യം എന്ന് വെച്ചാൽ, ഇന്ന് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഫസ്സിറിനെ നമ്മൾ പരിചയപ്പെടുത്തി. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വ്യാഖ്യാനത്തിന് അനുവാദം കൊടുത്ത ഏറ്റവും നല്ല വ്യാഖ്യാതാവെന്ന് നബിതങ്ങൾ സർട്ടിഫൈ ചെയ്തൊരു സ്വഹാബി. ആരാണത്? അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ എഴുതുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. നമ്മുടെ റിലീഫ് പദ്ധതി നിങ്ങൾ മറക്കരുത് കേട്ടോ. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണമാണ്. പാവപ്പെട്ട 2 മനുഷ്യന്മാരല്ലേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു പാവം പെൺകുട്ടിയുടെ കല്യാണം. അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഹദിയ ചെയ്യുക. കഴിയുന്നവരൊക്കെ റിലീഫ് പദ്ധതിയിലേക്ക് നല്ലൊരു ഹദിയ തന്നെ ചെയ്യണം കേട്ടോ. അള്ളാഹു നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അതുകൊണ്ട് പൂർത്തിയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യം 7:15 ഇന്ന് മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിൽ നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാം. ഏതായാലും സമയം വൈകിയതുകൊണ്ട് ഒരു ദ്വായിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഈ സദസ്സ് തന്നെ ഒരു ദ്വായാണല്ലോ. എല്ലാ സങ്കടങ്ങളും അല്ലാഹ് മാറ്റിത്തരട്ടെ. ഹംദ് കൊണ്ട് ജീവിതം വിജയിക്കുന്ന മുത്തക്കീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഏത് സങ്കടമാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ സങ്കടം അല്ലാഹ് നീക്കിത്തരട്ടെ. മുറാദുകൾ അല്ലാഹ് ഹാസിലാക്കട്ടെ. കമൻറ്റ് ചെയ്ത വിഷമങ്ങളെല്ലാം അല്ലാഹു തുടച്ചു തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.